രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യദ്രോഹ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം നിങ്ങളൊരു രാജ്യദ്രോഹിയാണെന്ന്. ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് അറിവുകളും എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ അറിവുകളും മാത്രമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അഖിൽ മാരാർ, പാകിസ്ഥാൻ എപ്പോഴൊക്കെ ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുമുണ്ട്. കാർഗിൽ ഇന്ന് നമ്മുടെ കയ്യിലാണ്. പിന്നെ കാശ്മീർ മുക്കാൽ ഭാഗവും ഇന്ത്യയുടെ ഭാഗത്ത് തന്നെയാണ്. കുറച്ച് ഭാഗങ്ങൾ പാക് അധീന കാശ്മീരായി ഇന്ന് അവരുടെ കയ്യിൽ. അതൊക്കെ ഒരു കരാറിന്റെ പുറത്തുള്ള കാര്യങ്ങളാണെന്ന് പകൽ പോലെ സത്യവുമാണ്. ഒരിക്കൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ എന്നും ഒരു മതേതര രാജ്യമാണ്. പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ എന്നും തീവ്രവാദം വളർത്തുന്ന ഒരു രാജ്യമാണ്. പാകിസ്ഥാൻ ഒരു മതേതര രാജ്യമല്ല. അത് അഖിൽ മാരാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ 26 സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടമായത്. അതിന് ഇന്ത്യ പകരം ചോദിക്കുകയും ചെയ്തു. അതിൽ ഇന്ത്യക്കാരനെന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യ തന്നെയാണ് പവർഫുൾ. അഖിൽ മാരാർ, ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഈ ഭൂപടത്തിൽ തന്നെ നിന്നും ഇല്ലാതാക്കാൻ കഴിയും. അത്രയ്ക്കും പവർഫുള്ളാണ് ഇന്ത്യൻ ആർമി. ഇന്ന് ലോക രാജ്യങ്ങളുടെ മുന്നിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യൻ ആർമി ഉള്ളത്. അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും ഇന്ത്യ 4ാം സ്ഥാനത്താണ്. എങ്കിൽ പാകിസ്ഥാന്റെ ആർമിയുടെ പവർ എന്ന് പറയുന്ന ഒരു 12ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ന് 24ാം സ്ഥാനത്താണുള്ളത്. ഇതൊക്കെ പകൽ പോലെ സത്യമല്ലേ മാരാരെ? ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഇനി ഒരു 4ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തേക്കോ എത്താൻ ചാൻസ് ഉണ്ട് നമ്മുടെ രാജ്യം. സാമ്പത്തിക വളർച്ചയിൽ അതിനകത്തൊക്കെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ മോദി വളരെയധികം വിജയം കണ്ട ഒരു വ്യക്തി തന്നെയാണ്. പവർഫുള്ളാണ് മോദി. പവർഫുൾ മനുഷ്യനാണ് മോദി. രാഷ്ട്രീയം പറഞ്ഞ് അദ്ദേഹത്തെ കോമാളിയാക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മുടെ രാജ്യം ഇന്ന് ഏത് നിലയിലാണ് എത്തിയിരിക്കുന്നത്. 6 ഇഞ്ച് നെഞ്ചുവിരി എന്ന് പറയുന്നത് അത് നെഞ്ചുവിരി തന്നെയാണ്. അല്ലെങ്കിൽ ഈ സ്ഥാനത്തൊന്നും എത്തില്ല. അത് മാരാരും ഒന്ന് കണക്കുകൂട്ടി നോക്കിയാൽ മനസ്സിലാവും. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഏകദേശം 193 രാജ്യങ്ങളാണ് അതിലുള്ളത്. എപ്പോഴും സ്ഥിര അംഗങ്ങളെന്ന് പറയുന്നത് 5 രാജ്യങ്ങൾ: അമേരിക്ക, UK, റഷ്യ, ഫ്രാൻസ്, ചൈന. അപ്പോൾ ഈ 5 രാജ്യങ്ങൾക്കും ലോകരാഷ്ട്രങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൽ കയറി ഇടപെടാനുള്ള അധികാരമുണ്ട്. ഒരു യുദ്ധം ഒഴിവാക്കാനും 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാനും ആരും ക്ഷണിക്കാതെ തന്നെ അവർക്ക് വരാനുള്ള അധികാരവും അവകാശവുമുള്ള രാജ്യങ്ങളാണ്. അറിയാം, അത് മാരാർക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടതെന്ന് ഇപ്പോൾ മാരാർക്ക് മനസ്സിലായി. ഒരു യുദ്ധം ഒന്നിനും ഒരു അനിവാര്യമല്ല. എപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാനായിരിക്കും ഈ 5 രാജ്യങ്ങളും ശ്രമിക്കുന്നത്. അപ്പോൾ അത് മാരാർക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.